ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു സയൻസ് കിച്ചൺ. അപ്പോൾ നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കിയെടുക്കുന്നത് ഒരു ചോക്ലേറ്റ് കോഫി കേക്കാണ്. എഗ്ലെസ് വെർഷനാണ് ഞാൻ ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത്. വളരെ സിമ്പിളാണ്, അതുകൊണ്ട് തന്നെ. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. ചോക്ലേറ്റും കോഫിയും കൂടി വരുന്നത് കൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റാണ് ഇതിന് കിട്ടുക. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ബൗൾ എടുത്ത് വെക്കുക. ഇതിലേക്ക് അര കപ്പ് ചെറു ചൂടുള്ള പാൽ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കോഫി പൗഡർ ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് ചൂടാറാൻ വേണ്ടി ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി കുറച്ച് വലുപ്പമുള്ള ഒരു ബൗൾ എടുക്കുക. ഇതിലേക്ക് 1/4 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് അര കപ്പ് കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കുക. അടുത്ത ഇതിലേക്ക് അര കപ്പ് പഞ്ചസാര പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വെനില എസൻസ് ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു വിസ്ക് വെച്ചിട്ട് ഒരു 1-2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഇതിനായിട്ട് ഒരു അരിപ്പ വെച്ച് കൊടുക്കുക. ഈ അരിപ്പയിലോട്ട് 1/4 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ ഒരു പിഞ്ച് ഉപ്പ് ഒരുപാട് വേണ്ട, ഒരു പിഞ്ച് മാത്രം മതി. ഇനി 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും ചേർത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് സീവ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഇതെല്ലാം കൂടി നന്നായിട്ട് സീവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തന്നെ ഒരു വിസ്ക് എടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കോഫി മിൽക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കുക. ഒരുമിച്ച് അങ്ങ് ചേർത്ത് കൊടുക്കണ്ട. നമ്മൾ മിക്സ് ചെയ്തുകൊണ്ട് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ 3 പ്രാവശ്യമായിട്ട് ഈ മിൽക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിലാണ് നമ്മുടെ ബാറ്ററി ഇരിക്കുന്നത്. ഇനിയിപ്പോൾ ഒരു കേക്ക് ടിന്നിലോട്ട് ഞാൻ ബട്ടർ പേപ്പർ വിരിച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ബാറ്ററി ഒഴിച്ചു കൊടുക്കുക. ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാനിപ്പോൾ 10 മിനിറ്റ് മുമ്പേ മീഡിയം ഫ്ലെയിമിൽ ഒരു നോൺ സ്റ്റിക്ക് പാന് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. 10 മിനിറ്റിന് ശേഷം ഇതിലൊരു തട്ട് വെച്ചിട്ട് ഇതിലേക്ക് ഞാൻ കേക്ക് ടിന്നൊന്ന് ഇറക്കി വെച്ച് കൊടുക്കുകയാണ്. ഇനി ഇതൊരു 40-45 മിനിറ്റ് വരെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. അപ്പോൾ ഇത് കുക്കായി വരട്ടെ. ഇപ്പോൾ 45 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് കുക്കായോ നോക്കാം. ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ടൊന്ന് കുത്തി നോക്കുക. ഈ കേക്ക് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പാത്രത്തിൽ നിന്നും എടുത്ത് മാറ്റി നന്നായിട്ട് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്രോസ്റ്റിംഗ് നടത്താം. ഈ കേക്ക് ഞാൻ കേക്ക് ടിന്നിൽ നിന്നും മാറ്റിയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് പൊങ്ങി പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്.
അപ്പോൾ ഇനി ഞാൻ ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാൻ പോവാണ്. അതിൻ്റെ മുമ്പ് ഞാൻ സ്റ്റീലിൻ്റെ 2 പാത്രമാണ് എടുത്തിട്ടുള്ളത്. അടിയിൽ ഐസ് ക്യൂബ്സ് വെച്ച് അതിൻ്റെ മുകളിലായിട്ട് വേറൊരു സ്റ്റീൽ പാത്രം വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ക്രീം നല്ല സ്റ്റിഫായിട്ട് കിട്ടും. ഇപ്പോൾ 1 കപ്പ് വിപ്പിംഗ് ക്രീം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ആദ്യം ലോയിൽ ബീറ്റ് ചെയ്തിട്ട് പിന്നീട് ഹൈയിലേക്ക് മാറ്റിയാൽ മതി. ഇത് നല്ല സ്റ്റിഫായി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കോഫി പൗഡർ, കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 3/4 ടീസ്പൂൺ കോഫി പൗഡർ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ 3/4 ടീസ്പൂൺ വെനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കുക. വീണ്ടും ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. നന്നായിട്ട് ബീറ്റ് ചെയ്യുക. അപ്പോൾ ഇത് നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബീറ്റർ ഓഫ് ചെയ്യാം. ഇനി ഇത് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങാം. ഇതിനായിട്ട് ഞാനിപ്പോൾ ഒരു പ്ലേറ്റാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ കേക്കിനെ ഞാൻ 3 ലെയറായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ആദ്യത്തെ ലെയർ ഈ പ്ലേറ്റിലോട്ട് വച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഷുഗർ സിറപ്പ് ആക്കി കൊടുക്കണം. ഇതിനായിട്ട് ഞാൻ 1/2 കപ്പ് ചൂടുവെള്ളത്തിൽ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര മെൽറ്റ് ചെയ്തത് ഇട്ടിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുത്തതാണ്. ഇതിലേക്ക് നന്നായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഷുഗർ സിറപ്പ് നന്നായിട്ട് ആക്കി കൊടുക്കുക. അപ്പോൾ മാത്രമേ നമ്മുടെ കേക്ക് നല്ല മോയിസ്റ്റായി വരുള്ളൂ. അപ്പോൾ ഞാൻ ഷുഗർ സിറപ്പ് ആക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒരു ലെയർ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് അടുത്ത ലെയർ കൂടി വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്കും ഷുഗർ സിറപ്പ് ആക്കി കൊടുക്കുക. ഇപ്പോൾ ടേൺ ടേബിളൊന്നും എടുക്കാത്തത് കൊണ്ട് ചെറിയൊരു ഇതുണ്ടാവും. പക്ഷെ ഇന്ന് കരുതി കേക്ക് അത്ര മോശമാവൊന്നുമില്ല, നന്നായിട്ട് തന്നെ കിട്ടും. അപ്പോൾ നന്നായിട്ട് വെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ക്രീം വെച്ചിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. രണ്ടാമത്തെ ലെയറും ക്രീം സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ ലെയറും ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കും ഷുഗർ സിറപ്പ് ആക്കി കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് വെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്രീം ഫുള്ളായിട്ട് ഇട്ടിട്ട് ഇത് മൊത്തത്തിലൊന്ന് കേക്ക് മൊത്തത്തിലൊന്ന് കവർ ചെയ്തെടുക്കാം. ഞാൻ കുറച്ച് ക്രീം പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റിയിട്ടുണ്ട് ഫ്ലവേഴ്സ് വരയ്ക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചെയ്യുന്നവർ ഈ സമയത്ത് അത് ചെയ്തു വെക്കുക. ഞാൻ ക്രീം വെച്ചിട്ട് മൊത്തത്തിലൊന്ന് കവർ ചെയ്തെടുക്കുകയാണ്. ഈ ക്രീം മുഴുവനും ഞാൻ നന്നായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഫ്ലവേഴ്സ് വരച്ചു കൊടുക്കുകയാണ്. ഡിസൈനൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ചുറ്റിലും
ഫ്ലവേഴ്സ് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഫ്ലവേഴ്സ് വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടിഭാഗത്തും ഞാൻ ചെറുതായിട്ടൊന്ന് ഡിസൈൻ കൊടുക്കുകയാണ്. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇത് മൊത്തത്തിൽ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻട്രൽ ഭാഗത്തായിട്ട് ഞാൻ കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കുന്ന റെസിപ്പി ഞാൻ പാൻജോ കേക്കിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കാണുക, അതുപോലെ ചെയ്താൽ മതി. 1 കപ്പ് ചോക്ലേറ്റിന് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം വെച്ചിട്ടാണ് ഞാൻ ചോക്ലേറ്റ് ഗനാഷ് തയ്യാറാക്കാറ്. ഇതിൻ്റെ എല്ലാ ഒഴിവ് ഭാഗത്തും ഇതേപോലെ ചോക്ലേറ്റ് ഗനാഷ് ആക്കി കൊടുക്കുക. അതുപോലെ ഇതിൻ്റെ സൈഡിൽ ഇതുപോലെ ഒലിച്ച് വരുന്ന രീതിയിൽ ആക്കി കൊടുക്കുക. ഞാൻ മുഴുവനായിട്ട് ചോക്ലേറ്റ് ഗനാഷ് കൊണ്ട് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലവേഴ്സിൻ്റെ സെൻറ്ററിൽ ഞാൻ ഓരോ പോയിൻ്റ് കൊടുക്കുകയാണ് ചോക്ലേറ്റ് ഗനാഷ് വെച്ചിട്ട്. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇനി ഇതൊരു 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ നന്നായിട്ട് സെറ്റ് ചെയ്ത ശേഷം നമുക്ക് കട്ട് ചെയ്യാം. ഇപ്പോൾ 2 മണിക്കൂറിന് ശേഷം ഞാൻ കേക്ക് എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. നല്ല സോഫ്റ്റാണ് കേക്ക്. ഇത് നമുക്ക് സെർവ് ചെയ്യാം. അങ്ങനെ ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള ചോക്ലേറ്റ് കോഫി കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.